Good morning, dear students. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആകെ കൂടി ഇപ്പോൾ 3 പഠിച്ചിട്ടുള്ളൂ. അതായത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി പഠിച്ചു, ഗ്രാറ്റുവിറ്റി പഠിച്ചു, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏതാണ് പഠിച്ചിട്ടുള്ളത്, നമ്മളുടെ കമ്മ്യൂട്ടഡ് പെൻഷൻ പഠിച്ചു. ഈ 3 പഠിച്ചിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരു 4-5 കൂടി പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു 4 പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ട് എടുക്കുന്ന സമയത്ത് ലംസം എമൗണ്ട് റിട്ടയർമെൻറ്റിൽ കിട്ടുന്ന RPF ആയാലും SPF ആയാലും URPF ആയാലും അവിടെ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും ഒന്നും കൂടിയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇന്നത്തെ സെഷനിൽ. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് റിട്രെഞ്ച്മെൻറ്റ് ബെനിഫിറ്റ്, അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് പ്രകാരം നമുക്ക് എന്തെങ്കിലും റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷം കിട്ടുകയാണെങ്കിൽ മാക്സിമം കിട്ടുന്നത് ഒരു 5 ലക്ഷമാണ്. ആ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പഠിക്കുന്നതാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. അവിടെ മാക്സിമം കിട്ടുന്നത് 3 ലക്ഷമാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള 4 എണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് സാലറി, രണ്ടാമത്തത് റിട്രെഞ്ച്മെൻറ്റ് കമ്പ്യൂട്ടേഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, ദാറ്റ് ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ആൻഡ് ദ ലാസ്റ്റ് വൺ സൂപ്പർ അന്വേഷൻ ഫണ്ട്. ഈ 4 റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ പോയിൻറ്റും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും പോയിന്റ് നോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ പറയുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി കഴിഞ്ഞിട്ട് വേണം ഇനി അവസാനത്തെ, അതായത് നമ്മൾ അവസാനത്തേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും കൂടിയിട്ടുള്ള പ്രോബ്ലം ആണ് ഒരു essay question ഒക്കെ വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നതും കൂടി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടിരിക്കുക. ഓരോ കാൽക്കുലേഷനിലും ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും കാൽക്കുലേഷനൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ സെഷനിലും ചെറിയ ചെറിയ പോർഷനാണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ലീവ് എൻകാഷ്മെൻ്റ് ആണ്. അതായത് ഏൺഡ് ലീവ് ഉണ്ട്, അത് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യുവേഷൻ, എക്സംഷൻ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. സെക്ഷൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫ്രീ ടാക്സ് ആണ്, അല്ലേ? ടാക്സ് ഇല്ലാത്തതാണ് സെക്ഷൻ 10. സബ്സെക്ഷൻ 10A എന്ന് പറയുന്നതാണ് ലീവ് എൻകാഷ്മെൻ്റ് എന്ന് പറയുന്നത്. Some employees are eligible for earned leave which can be surrendered or encashed. ചിലപ്പോൾ അത് സറണ്ടർ ചെയ്യും. ചില എംപ്ലോയീസ് ഈ ഏൺഡ് ലീവ് ഉള്ളത് സറണ്ടർ ചെയ്യും. ചില എംപ്ലോയീസ് എന്ത് ചെയ്യും, എൻകാഷ് ചെയ്യും. ഈ എൻകാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സർവീസിൻ്റെ ഉള്ളിലാണ് നമ്മൾ എൻകാഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. നമുക്ക് എക്സംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്തതിന് ശേഷം എൻകാഷ് ചെയ്യുമ്പോൾ മാത്രമാണ് എക്സംഷൻ കിട്ടുന്നത്. ഈ ഒരു പോയിൻ്റാണ് നിങ്ങൾ ലീവ് എൻകാഷ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റ്. ഓക്കെ, അതായത് ടാക്സ് സർവീസിങ് പീരീഡിലാണ് എൻകാഷ്മെൻറ്റ് എന്ന് വെച്ചാൽ ടാക്സബിൾ ആണ്. സർവീസിങ് പീരീഡ് കഴിഞ്ഞിട്ട്, അതായത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് എൻകാഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സെക്ഷൻ 10 സബ്സെക്ഷൻ 10AA എലിജിബിൾ ആകുന്നുള്ളൂ. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഇഫ് എൻകാഷ്മെൻറ്റ് ഈസ് ഡൺ വൈൽ ഇൻ സർവീസ് ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. ഇൻ ഓർഡർ ടു ഗെറ്റ് എക്സംഷൻ എൻകാഷ്മെൻറ്റ് ഈസ് ഡൺ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും ടെക്സ്റ്റിൽ വയ്ക്കുക. നിർബന്ധമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടതാണ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി ലീവ് എൻകാഷ്മെൻറ്റ് ഡ്യൂറിങ് സർവീസ് ഈസ് ഫുള്ളി ടാക്സബിൾ ഇൻ ഓൾ കേസസ്. ഈ റിലീഫ് അണ്ടർ സെക്ഷൻ 89(1) ഇഫ് അപ്ലിക്കബിൾ മേ ബി ക്ലെയിംഡ് ഫോർ ദ സെയിം. അത് ഈ സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളതല്ല, അടുത്ത സെമ്മിൽ പഠിക്കാനുള്ളതാണ്. ഈ സെമ്മിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് റിലീഫ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് സെക്ഷൻ 89 സബ്സെക്ഷൻ 1 പ്രകാരം ലീവ് എൻകാഷ്മെൻറ്റ്
ടാക്സബിളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിലും റിലീഫ് അവിടെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലീവ് എൻകാഷ്മെൻറ്റ് ഡ്യൂറിങ് സർവീസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആയിട്ടാണ് ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ആസ് യൂഷ്വൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഫുൾ എക്സംഷൻ ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇനി ഡിഫൻസ് അതോറിറ്റീസോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയോ ഏതോ ആയിക്കോട്ടെ, റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്ന ലീവ് എൻകാഷ്മെൻ്റ് ആണെങ്കിൽ ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ്ഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പീരീഡ് ഓഫ് ഏൺഡ് ലീവ് അറ്റ് ക്രെഡിറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫുള്ളി എക്സംഷനാണ്. ഇനി നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്, അതായത് അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എക്സംഷൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആസ് യൂഷ്വൽ ലീസ്റ്റ് ആണ്. നമുക്കൊരു 4 കാൽക്കുലേഷൻ പറയുന്നുണ്ട്. ഈ 4 കാൽക്കുലേഷനിൽ ഏതാണോ ലീസ്റ്റ് ആയിട്ട് വരുന്നത് അതാണ് നമ്മൾ എക്സംഷൻ എമൗണ്ട് ആയിട്ട് എടുക്കുക. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്യാഷ് ഈക്വലൻ്റ് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഏൺഡ് ലീവ്. എന്താണ് ഈ അൺയൂട്ടിലൈസ്ഡ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്? അതായത് ഉപയോഗിക്കാത്ത ഏൺഡ് ലീവ്. നമ്മൾ ഏൺഡ് ലീവ് എന്ന് പറയുന്നത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഏൺഡ് ലീവ് എൻടൈറ്റിൽമെൻറ്റ് കനോട്ട് എക്സീഡ് 30 days ഓഫ് എവറി ഇയർ ഓഫ് ആക്ച്വൽ സർവീസ്. ഒരു വർഷത്തിൽ 30 ദിവസത്തിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. അതാണ് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ ക്യാഷ് ഈക്വലൻ്റ് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഏൺഡ് ലീവാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. അത് 30 ദിവസത്തിനേക്കാൾ ഒരു ആക്ച്വൽ സർവീസ് 1 ഇയറിൽ 30 ദിവസത്തിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. സെക്കൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 10 months ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ്. അതായത് റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രാറ്റുവിറ്റിയുടെ സമയത്ത് ചെയ്ത പോലെ തന്നെ 10 months ആവറേജ് സാലറി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുന്നത് ആക്ച്വലായിട്ട് എത്രയാണോ ലീവ് എൻകാഷ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ലീവ് സാലറി എത്രയാണോ ആക്ച്വലി കിട്ടിയിട്ടുള്ളത്, അതാണ് തേർഡ് ക്ലോസിൽ വരുന്നത്. ഫോർത്ത് ക്ലോസിൽ വരുന്നത് മാക്സിമം 3 ലക്ഷം. അതാണ് 4 കാറ്റഗറിയിൽ വരുന്നത്. ഞാൻ വീണ്ടും പറയാം. ആദ്യത്തെ ഇതിൽ ക്യാഷ് ഈക്വലൻ്റ് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഏൺഡ് ലീവ്. അൺയൂട്ടിലൈസ്ഡ് ഏൺഡ് ലീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം നമുക്ക് ഒരു വർഷത്തിൽ കിട്ടാൻ 30 ദിവസമാണ്. രണ്ടാമത്തെ ഇതിൽ നോക്കുന്നത് നമ്മൾ ഏൺഡ് ലീവ് അപ്ലൈ ചെയ്തിട്ട്, അതായത് റിട്ടയർമെൻറ്റിന് ശേഷമാണെങ്കിൽ മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് റിട്ടയർമെൻറ്റിന് തൊട്ട് മുമ്പുള്ള 10 മാസത്തെ സാലറി എടുത്തിട്ട് അതിൻ്റെ ആവറേജ് സാലറിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് ആക്ച്വൽ ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ്ഡ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് ആയിട്ടുള്ള 3 ലക്ഷം. ഓക്കെ, ഇനി വേറൊരു ക്ലോസ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഗവൺമെൻറ് എംപ്ലോയീസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസും പറഞ്ഞു. ഇനി പിന്നെ ഫുൾ എക്സംഷൻ പറഞ്ഞു. പിന്നെ പറയുന്നത് ലീവ് സാലറി പെയ്ഡ് ടു ലീഗൽ ഹെയേഴ്സ് ഓഫ് എ ഡിസീസ്ഡ് എംപ്ലോയി ഇൻ റെസ്പെക്ട് ഓഫ് പ്രിവിലേജ് ലീവ് സ്റ്റാൻഡിങ് ടു ദ ക്രെഡിറ്റ് ഓഫ് സച്ച് എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ഈസ് നോട്ട് ടാക്സബിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വിഡോസിനോ അല്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സിനാണ് മരിച്ചതിന് ശേഷം ഈ എൻകാഷ്മെൻറ്റ് ലീവ് എൻകാഷ്മെൻറ്റിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. അതായത് ഈ എംപ്ലോയിയുടെ ഡെത്ത് കാരണം അവരുടെ ഡിപ്പെൻഡൻസിനാണ് ഈ ലീവ് എൻകാഷ്മെൻറ്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫുൾ എക്സംഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 30 ദിവസത്തെ സാലറി നോക്കണം, ആവറേജ് സാലറി നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ സാലറി എന്ന് പറയുന്നത് ആസ് ഈക്വലൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് HRA പോലെ തന്നെ എന്താണ്, ബേസിക് പേ നോക്കണം, ഡി അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നോക്കണം, അതുപോലെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അപ്പം ഞാൻ പറയാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഇവിടെ പല കാൽക്കുലേഷനിലും ഞാൻ സാലറിയുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ ഓരോ കാൽക്കുലേഷനും വരുമ്പോൾ സാലറിയുടെ കാൽക്കുലേഷൻ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. HRA വരുമ്പോൾ സാലറി എന്താണ്, പ്രൊവിഡൻറ്റ് ഫണ്ട് വരുമ്പോൾ HRA എന്താണ്, പ്രൊവിഡൻറ്റ് ഫണ്ട് വരുമ്പോൾ സാലറി എന്താണ്, കാർ വാല്യുവേഷൻ വരുമ്പോൾ സാലറി എന്താണ്, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ വരുമ്പോൾ സാലറി എന്താണ്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് വീക്കിലിയോ വൺസ് ഇൻ എ വീക്ക് മന്തോ വൺസ് ഇൻ എ വീക്കോ നിങ്ങളൊന്നൊന്ന് റിവൈസ് ചെയ്ത് വായിച്ചു തറവാക്കാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അവസാനം വരുമ്പോൾ ഇതൊക്കെ മറന്നു പോകും.
ഇത് വീണ്ടും വീണ്ടും ഞാനിത് മാറ്റി മാറ്റി ഇപ്പോൾ ഓരോ സ്റ്റേജിലും ഞാൻ മാറ്റി മാറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയും റൂൾസാണ് നമ്മുടെ ലീവ് എൻകാഷ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. മാക്സിമം 3 ലക്ഷം വരെ കിട്ടുള്ളൂ. അത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് കിട്ടുക. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് ഫുൾ എക്സംഷൻ ആണ്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിനും ആ എംപ്ലോയിയുടെ ഡെത്തിന് ശേഷം കിട്ടുന്നതാണെങ്കിലും ഫുൾ എക്സംഷൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സാലറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് പേയും ഡി എയും അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ നമ്മളെടുക്കും. കമ്മീഷൻ ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ ആണെങ്കിൽ നമ്മളെടുക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ പ്രദീപ് റിട്ടയർഡ് ഫ്രം ദ സർവീസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഓൺ 1st January 2020. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക എല്ലാവരും. 1st January 2020 ഇദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ളത്. എത്ര വർഷം അദ്ദേഹം സർവീസിലിരുന്നുണ്ട്? 25 years ആണ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. ആവറേജ് സാലറി ആണ് തന്നിട്ടുള്ളത് 19,500. വീണ്ടും നമുക്ക് ആവറേജ് സാലറി കാണേണ്ട കാര്യമുണ്ടോ? ഇല്ല. 19,500 എന്ന് പറയുന്നത് ആവറേജ് സാലറിയാണ്. ഇനി ഹി ഹാഡ് 8 months ഏൺഡ് ലീവ് ടു ഹിസ് ക്രെഡിറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് അദ്ദേഹം 8 മാസത്തെ ഏൺഡ് ലീവാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, he got rupees 1,58,600 on encashment in February 2020. ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഫെബ്രുവരി 2020 ആ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,58,600 അതായത് തേർഡ് കാറ്റഗറിയിലുള്ള എമൗണ്ട് 1,58,600 ഫോർത്ത് കാറ്റഗറിയിലുള്ള എമൗണ്ട് 3 ലക്ഷമാണ്. അത് രണ്ടും വീണ്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഇവിടെ പറയുന്നത് 10 months സാലറി ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആവറേജ് സാലറി തന്നതുകൊണ്ട് വീണ്ടും ആവറേജ് സാലറി കാണേണ്ട കാര്യമില്ല. അതായത് ആവറേജ് സാലറി തന്നെയാണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആവറേജ് സാലറി കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ 10 months സാലറി എന്ന് പറയുമ്പോൾ 19,500 × 10 1,95,000 ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഏൺഡ് ലീവ് ഹാവ് നോട്ട് ബീൻ അവെയിൽഡ്. ഇദ്ദേഹം അവെയിൽ ചെയ്യാത്ത ലീവ് റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടിയത് എത്രയാണ്? 8 മാസത്തെയാണ്. അപ്പോൾ ആവറേജ് സാലറി 19,500 വെച്ചിട്ട് 8 മാസത്തെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് എത്ര മാസത്തെ ഇയാളെ അവെയിൽ ചെയ്യാത്തതുണ്ട്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിന് എത്ര അവെയിൽ ചെയ്ത് കിട്ടി, അത് 8 മാസമാണ്. ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 19,500 × 8 എന്ന് പറയുന്നത് 1,56,000 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടിയത്. അപ്പം നമ്മുടെ 4 എമൗണ്ട് ഒന്നും നിങ്ങൾ നോക്കാം. ആദ്യത്തത് 1,95,000, രണ്ടാമത്തത് 1,56,000, മൂന്നാമത്തത് 1,58,600, നാലാമത്തത് 3 ലക്ഷം. വിച്ച് ഈസ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവ് ഏതാണ്? 1,56,000. ദാറ്റ് ഈസ് ദ എക്സംഷൻ എമൗണ്ട്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഓർ കമ്പ്യൂട്ട് ദ ടാക്സബിൾ എമൗണ്ട്. ടാക്സബിൾ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2,600 രൂപയാണ്. അതായത് എക്സംഷൻ എമൗണ്ട് 1,56,000. ആക്ച്വലി കിട്ടിയത് എത്രയാണ്? 1,58,600. അപ്പോൾ ആക്ച്വലി കിട്ടിയതിൽ നിന്ന് എക്സംഷൻ എമൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്നൊരു തുകയാണ് നമ്മുടെ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട്. ആ എമൗണ്ട് ആണ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 2,600 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഇതിൽ നോൺ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻ വരുന്നത്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇങ്ങനത്തെ കാൽക്കുലേഷൻ ഒന്നുമില്ല, ഫുൾ എക്സംഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിപ്പെൻഡൻസിന് കിട്ടുകയാണെങ്കിൽ എക്സംഷൻ ആണ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമേ ലീവ് എൻകാഷ്മെൻറ്റിൽ കാൽക്കുലേഷൻ വരുന്നുള്ളൂ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ ഒരു നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ ലീവ് എൻകാഷ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തിയറിയും പഠിച്ചു. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം പഠിച്ചു. ഒരു പ്രോബ്ലം കൂടിയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രോബ്ലം നോക്കാം. മിസ്റ്റർ ദാസ് വാസ് എംപ്ലോയിഡ് ഇൻ എ കമ്പനി ഇൻ ഡൽഹി. ഹി റിട്ടയർഡ് ഫ്രം ദ സർവീസ് ഓൺ 1st February 2020. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ളത് 1st February 2020 അദ്ദേഹത്തിൻ്റെ ഫുൾ ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 25 വർഷമാണ്. ഫ്രം 1st August 2018 ഹീസ് പേ സ്കെയിൽ വാസ് 15,300 20,000. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവാം. അതായത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ MTS എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്കെയിലായിട്ട് തന്നിട്ടുള്ളത് അല്ലേ? ആരും മറന്നിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞു വന്നത്
MTS എന്ന് പറയുന്നത് സ്കെയിലാണ്. ഇവിടെ 15,000, 300, 20,000 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. 15,000 തുടങ്ങിയിട്ട് ഇയർലി ഇൻക്രിമെൻ്റ് ആണ് 300. അത് എത്രയിൽ വന്ന് അവസാനിക്കും? പീക്ക് എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ 1 ഓഗസ്റ്റ് 2000 തുടങ്ങിയിട്ടാണ് ഈ പേ സ്കെയിലിലേക്ക് ഇയാളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം? സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ പ്രോബ്ലം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, he was getting a DA at the rate of 30% of basic pay, which is also considered for computing retirement benefit. 30% of basic pay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്ത്? ഇറ്റ് ഈസ് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. പോരാത്തിന് എന്തും കൂടി പറഞ്ഞു? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്? അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഹി ഹാസ് ഓൾറെഡി എൻകാഷ്ഡ് ഏൺഡ് ലീവ് ഫോർ 17 months. ഇയാളുടെ ടോട്ടൽ ഇയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ളതിൽ 17 മാസത്തെ ഇയാൾ ഓൾറെഡി എൻകാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹി ഹാഡ് ഓൾറെഡി എൻകാഷ്ഡ് ഏൺഡ് ലീവ് ഫോർ 17 months. ബാലൻസ് ഉള്ള മാസത്തെ മാത്രമേ ഇനി ഇയാൾക്ക് കിട്ടണ്ടോ. അപ്പോൾ ഓൾറെഡി ഇയാൾ 17 മാസത്തെ ചെയ്ത് കഴിഞ്ഞു. അതായത് ഒരു മാസത്തെയാണ് ഒരു കംപ്ലീറ്റഡ് ഇയറിന് അയാൾക്ക് കിട്ടുക. അപ്പോൾ 25 വർഷം സർവീസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 25 മാസത്തെ എൻകാഷ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ 25-ൽ 17 മാസത്തെ കഴിഞ്ഞു. ബാക്കി എത്ര മാസം ഉണ്ട്? 8 മാസത്തെ ഇനി കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഹി വാസ് പെയ്ഡ് ₹1,85,000 ഓൺ എൻകാഷ്മെൻറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. എൻകാഷ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതായത് നമ്മുടെ തേർഡ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 1,85,000 ആണ്. ഫോർത്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് എത്രയാണ്? 3 ലക്ഷം. അപ്പം നമുക്ക് തേർഡും കിട്ടി, ഫോർത്തും കിട്ടി ഇല്ലേ? 1, 2 മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടൂ. അപ്പോൾ കമ്പ്യൂട്ട് ദ ടാക്സബിൾ എമൗണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? നമുക്ക് MTS ആണ് തന്നിട്ടുള്ളത്. MTSൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 1/4/2019 മുതൽ 31/3/2020 വരെ എത്രയാണ് ഇദ്ദേഹത്തിൻ്റെ സാലറി എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേ സ്കെയിലിലേക്ക് MTSലേക്ക് വന്നിട്ടുള്ളത് 1 ഓഗസ്റ്റ് 2018 എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആദ്യം ചെയ്ത് നോക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സാലറി പ്രീവിയസ് ഇയറിൽ എത്രയാണ്? അപ്പോൾ ഇത് നോക്കാം. 1/8/18 മുതൽ 31/7/19 വരെ 15,000. നെക്സ്റ്റ് ഇയറിൽ ഇയർലി ഇൻക്രിമെൻ്റ് ആയ 300 കിട്ടുമ്പോൾ 1/8/19 മുതൽ 31/7/2020 വരെ 15,300 ആണ്. ഇതാണ് അയാളുടെ പേ സ്കെയിൽ. ഇനി നമ്മളുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 1/4/19 മുതൽ 31/1/20 വരെ, എന്തുകൊണ്ടാണ് ഈ 31/1/20 എന്ന് എടുക്കാൻ കാരണം? അതിനുശേഷം അയാൾ റിട്ടയർ ചെയ്തു അല്ലേ? അപ്പോൾ പിന്നെ അതിനുശേഷം അയാൾക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ 31/3/2020 വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 1/8/2018 മുതൽ 31/7/2019 വരെ വരുന്ന ആ സ്കെയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് 1/4/2019 മുതൽ 31/7/2019 വരെ എത്ര മാസം ഉണ്ട്? 4 മാസം. അദ്ദേഹത്തിന് അതുവരെയുള്ള സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 60,000 രൂപയാണ്. ഈ 60,000 രൂപയുടെ കൂടെ പിന്നെ 1/8/2019 മുതൽ 31/1/2020 വരെയുള്ള എമൗണ്ട് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ബേസിക് സാലറി ആയിട്ടുള്ള 15,300 × 6 ആണ് നമ്മൾ നോക്കുന്നത്. അതായത് 1/8/2019 മുതൽ 31/1/2020 വരെ എത്ര രൂപയാണ് നമ്മളുടെ സാലറി? അതായത് 15,300 × 6 എന്ന് പറയുമ്പോൾ 91,800 രൂപയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ 1/4/19 മുതൽ 31/1/2020 വരെയുള്ള ടോട്ടൽ സാലറി എത്രയാണ്? 1,51,800. അപ്പോൾ അതാണ് 10 മാസത്തെ അദ്ദേഹത്തിൻ്റെ സാലറി. ആവറേജ് സാലറി എടുക്കാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 10 ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 15,180. ഇതിൻ്റെ കൂടെ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് 30% ഓഫ് DA എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ 15,180-ന്റെ 30% എന്ന് പറയുന്നതാണ് 4,554 രൂപ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് സാലറി എത്രയായിട്ടുണ്ട്? 19,734. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന ചോദ്യത്തിൽ ചിലപ്പോൾ ആവറേജ് സാലറിയും കൂടിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഇയറിൽ വരുന്ന സാലറി എത്രയാണെന്നുള്ളത് നോക്കാൻ. അതാണ് നമുക്ക് 1,51,800 കിട്ടിയത്. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ടാണ് ഡിവൈഡ് ബൈ 10, അതായത് 10 മാസത്തെ 6ഉം 4ഉം 10 മാസത്തെയാണ് നമ്മൾ 1,51,800 എടുത്തത്. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നതാണ് 15,180. അതിൻ്റെ കൂടെ 30% DAയും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് സാലറി എന്ന് പറയുന്നത് പെർ മന്ത് 19,734 കിട്ടി. ഇനി നമ്മുടെ ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 4 കാറ്റഗറിയാണ് വരുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 10 മന്ത് സാലറിയാണ്. അപ്പോൾ 19,734-ന്റെ 10 × 10 ചെയ്ത് കഴിഞ്ഞാൽ 1,97,340 നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള കാൽക്കുലേഷൻ കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഏൺഡ് ലീവ് ഹാസ് നോട്ട് ബീൻ അവെയിൽഡ്, എത്ര മാസത്തെ ഇയാൾ അവെയിൽ ചെയ്യാത്തതുണ്ട്? ടോട്ടൽ അയാൾക്ക് ഒരു വർഷത്തേക്ക് 30 ദിവസം, അതായത് ഇയാളുടെ ടോട്ടൽ കംപ്ലീറ്റഡ് ഇയർ എത്രയാണ്? 25 വർഷമാണ്. ഈ 25 വർഷത്തിൽ 25 വർഷത്തിൽ 25 മാസത്തെയാണ് ടോട്ടൽ ലീവ് എൻകാഷ്മെന്റ് വരിക. അതായത് മാക്സിമം കിട്ടുന്നത് 30 ദിവസം എന്ന് നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ 17 മാസം ഇവർ അവെയിൽ ചെയ്തു. ബാക്കിയുള്ള മാസം എത്രയുണ്ട്? 25 - 17 എന്ന് പറയുമ്പോൾ 8 മാസം. ആ 8 മാസമാണ് സെക്കൻഡ് കാൽക്കുലേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. 19,734 × 8 എന്ന് പറയുമ്പോൾ 1,57,872. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആക്ച്വൽ എൻകാഷ്മെന്റ് എമൗണ്ട്? 1,85,000 ആണ്. ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റ് 3 ലക്ഷം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 1,57,872. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സംപ്റ്റഡ് എമൗണ്ട്. അതാണ് നമ്മുടെ എക്സംപ്റ്റഡ് എമൗണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ടാക്സബിൾ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1,85,000 നമുക്ക് കിട്ടിയ തുകയിൽ നിന്ന് എക്സംപ്ഷൻ എമൗണ്ട് ആയ 1,57,872 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് 27,128. അതാണ് നമ്മുടെ ടാക്സബിൾ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത റിട്ടയർമെന്റ് ബെനിഫിറ്റിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് 5ാമത്തെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ 10 പഠിക്കാൻ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. പലരും PPT അയച്ചു തന്നിട്ടുള്ളതാണ് സെക്ഷൻ 10(10)B എന്ന് പറയുന്നത്. ഈ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എക്സംഷൻ ആണെങ്കിൽ അത് ഏത് പ്രകാരം വരുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 പ്രകാരം റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും ക്ലെയിം കിട്ടുകയാണെങ്കിൽ വരുന്നതാണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ വർക്ക്മാൻ അണ്ടർ ദ Industrial Dispute Act 1947 or any other act or rules is exempt subject to the following limit. ഇവിടെ certain conditions പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് മാക്സിമം എമൗണ്ട് ഈസ് ₹5 lakh. 5 ലക്ഷം വരെ നമുക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇനി കാൽക്കുലേഷൻ നമുക്ക് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. അതായത് കോമ്പൻസേഷൻ കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 15 days ആവറേജ് പേ ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് കണ്ടിന്യൂസ് സർവീസ് ഓർ പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. കംപ്ലീറ്റഡ് ഇയർ എന്ന് നോക്കണം. 6 മാസത്തിൽ കൂടുതലായിട്ടുള്ള പാർട്ട് സർവീസ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് 15 ദിവസത്തെ ആവറേജ് പേനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതാണ് ഇപ്പം നോട്ട് ചെയ്യേണ്ടത്. അതായത് മാക്സിമം ലിമിറ്റ് 5 ലക്ഷമാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണ്. ആസ് യൂഷ്വൽ കാൽക്കുലേഷൻ വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ്.
അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 ഡേയ്സ് വെച്ചിട്ടാണ്. ആവറേജ് പേയ്മെൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ 15 ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് പിന്നെ കൺവേർട്ട് ചെയ്യുന്നത് ടോട്ടൽ സർവീസിങ് കംപ്ലീറ്റഡ് ഇയേഴ്സ് ആണ്. അവിടെ വരുമ്പോൾ 6 മാസം ഉണ്ടെങ്കിൽ ഒരു ഫുൾ ഇയർ ആയിട്ടും കൂടിയും കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തിയറി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പം നിങ്ങൾ എക്സാമ്പിൾ നോക്കാം. Matthew is employed as an accountant at Mumbai since 1st October 2006. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ, 1st October 2006 ആണ് ജോയിൻ ചെയ്ത ഡേറ്റ്. He is getting rupees 24,000 per month as salary and 20% of salary as DA since 1st January 2016. 2016 ജനുവരി തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആവറേജ് സാലറി, റെഗുലർ സാലറി എന്ന് പറയുന്നത് 24,000 പെർ മന്തും അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ? 20% എന്ന് പറയുമ്പോൾ 24,000ൻ്റെ 20%. His service were terminated on 1st July 2019. ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 1st July 2019 ആണ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. He was paid rupees 3,80,000 as compensation on retirement on 1st July 2019. അതാണ് നമ്മളുടെ തേർഡ് കാറ്റഗറിയിലുള്ള എമൗണ്ട് ആയിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വൽ കിട്ടിയിട്ടുള്ള മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നതിൻ്റെ എക്സംഷൻ ലിമിറ്റ് 5 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് 2 എമൗണ്ട് കിട്ടി. അതായത് മാക്സിമം 5 ലക്ഷവും കിട്ടി, ആക്ച്വലി റിസീവ്ഡ് 3,80,000 കിട്ടി. ഫസ്റ്റ് കാറ്റഗറി മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടൂ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ഡേയ്സ് ആവറേജ് സാലറി കൺവേർട്ടഡ് ഇൻ ടു കംപ്ലീറ്റഡ് ഇയേഴ്സ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾക്ക് ഇവിടുത്തെ ആവറേജ് സാലറി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 24,000 പെർ മന്തും അതിൻ്റെ 20% കൂടി കൂട്ടുമ്പോൾ, അതായത് 24,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,800 രൂപയാണ്. അപ്പോൾ 24,000ൻ്റെ കൂടെ 4,800 രൂപയും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 28,800 രൂപ എന്ന് പറയുന്നത്. ഈ 28,800 രൂപയുടെ പകുതി, ഹാഫ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു 13 ആണ് നമുക്ക് വരുന്നത് 1,87,200. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്താണ്? അതായത് നമുക്ക് 3 കാൽക്കുലേഷൻ പറഞ്ഞു. അതിൽ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം, നമുക്ക് ആക്ച്വലി റിസീവ്ഡ് എന്ന് പറയുന്നത് 3,80,000. ഫസ്റ്റ് കാറ്റഗറിയിലുള്ള കാൽക്കുലേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 15 ഡേയ്സ് ആവറേജ് സാലറി എന്ന് പറയുന്നതിൻ്റെ ബേസിക് സാലറി പെർ മന്ത് സാലറിയുടെ കൂടെ DA 20% കൂട്ടിയിട്ട് 28,800 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ 15 ഡേയ്സ് സാലറി എന്ന് പറയുമ്പോൾ 15/30 ആണ്. മുന്നേ നമ്മൾ ഗ്രാറ്റുവിറ്റിയുടെ കേസിൽ 15/26 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, 30 ഡേയ്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ 1/2 ഇട്ടുള്ളത്. ഇനി അത് ആർക്കും സംശയം തോന്നരുത്, 15/30 എന്ന് പറയുന്നത് എഴുതുന്നതിന് പകരമാണ് ഞാൻ 1/2 എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ 15 ഡേയ്സ് ആവറേജ് സാലറി. ഓക്കെ, ഇൻറ്റു 13 എന്ന് പറയുന്നത്, ഇൻറ്റു 13 എന്താണ് നമുക്കറിയാം. അതായത് 2006 ജോയിൻ ചെയ്തിട്ടുള്ള ആള് എന്നാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത്? 1st July 2019 റിട്ടയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് എത്ര വർഷത്തെ സർവീസ് വന്നിട്ടുണ്ട്? 13 വർഷത്തെ സർവീസാണ് വന്നിട്ടുള്ളത്. ഈ 13 വർഷത്തെ സർവീസ് ഉള്ളത് കൊണ്ടാണ് ഇൻറ്റു 13 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് 2006 തുടങ്ങി നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കാം. 2006 ഒക്ടോബറിലാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തത്. അതായത് സെപ്റ്റംബർ 2007 ആകുമ്പോൾ 1 വർഷമായി. അപ്പോൾ സെപ്റ്റംബർ പിടിച്ചോ, 2007, 2008, 2009, 2010, 2011, 2012, 2013, 2014, 2015, 2016, 2017, 2018. അപ്പോൾ 2018 സെപ്റ്റംബർ ആകുമ്പോൾ 12 വർഷമാണ് നമുക്കായത് അല്ലേ. ഇനി വരുന്ന മാസം എന്ന് പറയുന്നത് 6-നേക്കാൾ കൂടുതലായതുകൊണ്ട്, 12 മാസവും 6 മാസത്തിൽ കൂടുതലായതുകൊണ്ട് കംപ്ലീറ്റഡ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 13 മാസം വരുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, 15 ദിവസത്തെ ആവറേജ് സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് 28,800ൻ്റെ 15/30, അതാണ് ഞാൻ 1/2 എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റഡ് ഇയർ എന്ന് പറയുന്നത് 2006
ജോയിൻ ചെയ്തിട്ടുള്ള ആള് റിട്ടയർ ചെയ്യുന്നത് എന്നാണ് 1 ജൂലൈ 2019 ആണ്. അപ്പോൾ 12 വർഷവും പിന്നെ വരുന്നത് 1 ജൂലൈ 2019 വരെ, അതായത് 1 ഒക്ടോബർ 2018 തുടങ്ങിയിട്ട് 1 ജൂലൈ 2019 വരെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 മാസത്തിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന തുകയാണ് 1,87,200, 1,87,200. ഈ മൂന്നെണ്ണത്തിലും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് 1,87,200 ആയതുകൊണ്ട് അതാണ് നമ്മുടെ എക്സംഷൻ എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാക്സബിൾ എമൗണ്ട് എത്രയായിരിക്കും? നമുക്ക് ആക്ച്വൽ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 3,80,000 നിന്ന് എക്സംഷൻ എമൗണ്ട് ആയിട്ടുള്ള 1,87,200 ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 1,92,800 ആണ് ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ വീണ്ടും അത് കേട്ട് നോക്കിയിട്ടോ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് എഴുതുക. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമ്മളിവിടെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്നത്. വീണ്ടും തിയറി വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളന്ന് ചാർട്ട് വരച്ചിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ട് എടുത്തപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ലംസം എമൗണ്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും കൂടിയിട്ടാണ് നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ലംസമായിട്ട് കിട്ടുന്നത്. അതായത് ലംസം എമൗണ്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും. ഇത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, SPF ഉണ്ട്, URPF ഉണ്ട്. ഇതിലൊക്കെ എത്രത്തോളം ടാക്സബിൾ ആകും, എത്രത്തോളം എക്സംപ്റ്റഡ് ആയിരിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി സമ്മറൈസ് ചെയ്തുകൊണ്ട് എക്സംഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 11ഉം സബ്സെക്ഷൻ 12ഉം കൂടിയിട്ടാണ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ടിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം എ പ്രൊവിഡൻറ്റ് ഫണ്ട് ദാറ്റ് ഈസ് ടു വിച്ച് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 അപ്ലൈസ് ഈസ് എക്സംപ്റ്റ്. അതായത് നമ്മൾ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടും അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 ഉണ്ട്, അതുപോലെ തന്നെ 1952 ഉണ്ട്. അപ്പോൾ 1925 ആക്ട് പ്രകാരം വരുന്ന ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ ഫുൾ എക്സംഷൻ ആണ്. സെക്കൻഡ് കേസിൽ പറയുന്നത് എനി പേയ്മെൻറ്റ് ഫ്രം എനി അതർ പ്രൊവിഡൻറ്റ് ഫണ്ട് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓൾസോ എക്സംപ്റ്റ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ ആ കേസിലും ഫുൾ എക്സംഷൻ ആണ്. ഇനി തേർഡ് കേസിൽ പറയുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം 1968 ഹാസ് ബീൻ നോട്ടിഫൈഡ് ഫോർ ദിസ് പർപ്പസ്. ഇവിടെയാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ബിസൈഡ്സ് ദ അബവ് ദ അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ആൻഡ് ബിക്കമിങ് പേയബിൾ ടു എൻ എംപ്ലോയി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ദാറ്റ് ഈസ് RPF is also exempt to the extent provided in Rule 8 of Part A of the 4th Schedule of the Income Tax Act. അതെന്താണെന്ന് ഞാൻ ഒന്നും കൂടിയും പറയാം. അതായത് നമ്മളുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്ന ഈ സെക്ഷൻ റൂൾ 8 എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി എക്സെംപ്റ്റ് പ്രൊവൈഡഡ് ഹി വാസ് ഇൻ കണ്ടിന്യൂസ് സർവീസ് ഓഫ് ഫോർ 5 years. 5 കൊല്ലത്തെ കണ്ടിന്യൂസ് സർവീസ് ഉള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ RPF ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി എക്സെംഷൻ ആണ്. അതാണ് ഇവിടെ പറയുന്ന ഒരു പ്രത്യേകം റൂൾ 8 പറയുന്നത്. അതുപോലെ തന്നെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഷെയർ ഓഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സംഷൻ ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ അത് സാലറിയുടെ അണ്ടറിൽ വരില്ല, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ടിൽ നമ്മൾ സെക്ഷൻ 10(11) സെക്ഷൻ 10(12) പറയുന്നത്. അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് അണ്ടർ ദ ആക്ട് 1925 ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിലും ഫുൾ എക്സംഷൻ ആണ്. പിന്നെ വരുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണ്. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർ ദ സ്കീം 1968 നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇറ്റ് ഈസ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണ്. അവിടെ പിന്നെ പറയേണ്ട കാര്യം ഫുൾ എക്സംഷൻ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്യേണ്ടത് RPF അതുപോലെ തന്നെ URPF ആണ്.
RPF ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് 5 ഇയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. URPF ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എക്സംഷൻ ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഇൻകം ഫ്രം അണ്ടർ ദ ഹെഡ് സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, അതർ സോഴ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് കേട്ടോ, 2 എണ്ണം കൂടി ഉണ്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഫ്രം ആൻ അപ്രൂവ്ഡ് സൂപ്പർനുവേഷൻ ഫണ്ട് സെക്ഷൻ 10 സബ്സെക്ഷൻ 13. Payment from an approved superannuation fund will be exempt provided the payment is made in circumstances namely death, retirement and incapacitation. അതായത് അയാൾ ഡിസേബിൾഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഡെത്ത് മൂലമോ റിട്ടയർമെൻറ്റ് മൂലമോ ഒക്കെയുള്ള ഒരു റിട്ടയർമെൻറ്റ് വന്നതിന് കൊണ്ട് ഒരു സൂപ്പർഅന്വേഷൻ ഫണ്ട് കിട്ടുകയാണെങ്കിൽ ആ കേസിൽ മാത്രമാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 13 പ്രകാരം എക്സംഷൻ കിട്ടുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്മറി ആയിട്ട് പറയാണ് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻകാഷ്മെൻറ്റ്, ലീവ് എൻകാഷ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പറഞ്ഞു. അതുപോലെ തന്നെ സൂപ്പർന്യൂവേഷൻ ഫണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏൺഡ് ലീവിൻ്റെ കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം വീണ്ടും ചെയ്ത് നോക്കുക, വീണ്ടും തിയറി വായിച്ചു നോക്കുക, വീണ്ടും പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ വിളിച്ചിട്ട് കൺഫേം ചെയ്യാൻ നോക്കാം. നമ്മൾ അവസാനത്തെ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് 2 അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, താങ്ക് യു.